എന്താണ് നക്ഷത്രലോകം? മനുഷ്യൻ ശാസ്ത്രം പറയുന്നത് സൂര്യന് വളരെ അധികം ദൂരെയാണ് നക്ഷത്രലോകം എന്നാണ്. സത്യത്തിൽ നക്ഷത്രലോകം സൃഷ്ടിക്കപ്പെടുന്നത് മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ 1/3 ജലത്തിൻ്റെ ഉയർച്ചയും താഴ്ചയിലുമാണ്. അതിന് കാരണം മധ്യസമുദ്രം കൊണ്ട് ഭൂമി 2 അർത്ഥഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുന്ന ഭൂമിയുടെ അർദ്ധഭാഗം കീഴ്പോട്ട് താഴുമ്പോൾ സമുദ്രത്തിൻ്റെ 1/3 ഉയർന്ന ജലവും കീഴ്പോട്ട് താഴും. അങ്ങനെ ഭൂമിയും ജലവും കീഴ്പോട്ട് താഴുമ്പോൾ ആ ഭാഗത്ത് ജലം മഞ്ഞിൻ്റെ മലകളാണ്. സമുദ്രത്തിനടിയിലുള്ള മഞ്ഞ് അത് ആയിരക്കണക്കിന് പുറ്റുകളാണ്. അടുത്തും അകന്നും ചെറുതും വലുതുമായി എണ്ണിക്കൂടാത്ത വിധം പവിഴപ്പുറ്റെന്ന് പറയും. ഈ പുറ്റുകൾ സമുദ്രജലം താഴുമ്പോൾ പൂർണ്ണമായും മേൽപോട്ട് ഉയരും ഒന്ന് കാണപ്പെടും. അങ്ങനെ മേൽപോട്ട് കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾക്കും മേലാണ് സൂര്യൻ മറുഭാഗത്തേക്ക് പ്രകാശം പരത്തുന്നത്. അങ്ങനെ സൂര്യൻ്റെ പ്രകാശം ഈ പവിഴപ്പുറ്റുകളിലൂടെയാണ് മറുഭാഗത്തേക്ക് പോകുന്നത്. മറുഭാഗം അത് ഇരുളും സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് രാത്രിയുമായിരിക്കും. അവിടെ നിൽക്കുന്നവർ മേൽപോട്ട് നോക്കുമ്പോൾ ഈ പവിഴപ്പുറ്റുകളുടെ അഗ്രഭാഗത്തിലൂടെ തട്ടുന്ന പ്രകാശം മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം ഒരുപാട് വ്യത്യാസമുണ്ട് അതിന്. പ്രകാശം അഗ്രത്തിൽ മാത്രമേ അതിനൊരു തിളക്കം. ആ തിളക്കമാണ് നക്ഷത്രമായിട്ട് മിന്നി ഈ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. ഇത് മറുഭാഗത്തും ഈ പ്രകാരം തന്നെയാണ്. ഈ ഒരു ഭാഗം താഴ്ന്നുയരുമ്പോൾ രാത്രി മാറി പകൽ മാറും. രാത്രി തീരും, പകലാകും. പകൽ തുടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്ന് തിരിച്ചാണ്. അങ്ങനെ 2 ഭാഗത്തും മാറി 1/3 ജലം ഉയരുകയും താഴുകയും ചെയ്യുമ്പോഴാണ് ഈ പവിഴപ്പുറ്റുകൾ തെളിഞ്ഞ് കാണപ്പെടുന്നത്. ഈ പവിഴപ്പുറ്റുകൾ തട്ടുന്ന പ്രകാശത്തിൽ അതിൻ്റെ അഗ്രഭാഗത്ത് തിളക്കമാണ് നക്ഷത്രങ്ങളായി കാണപ്പെടുന്നത്. അല്ലാതെ സൂര്യനും അപ്പുറം നിൽക്കുന്ന ഒരു എന്താ പറയുക, അത്ഭുത ലോകമൊന്നും അല്ല.